അമ്മമാരോട് കുറവൊന്നുമില്ലേ? സാധാരണ പറയാം അമ്മമാരാണ് ആദ്യം. ഇവിടെ എല്ലാവരും അച്ഛന്മാരെന്താ പറയുക? അച്ഛനോട് അമ്മയോട് ചോദിക്കും ഇല്ലേ? അവിടുന്ന് കിട്ടിയില്ലെങ്കിലോ ടീച്ചർമാരോട് ചോദിക്കും. നമ്മുടെ അന്ധകാര അസുഖൻ നേരെ തന്റെ ഗുരുവിന്റെ അടുത്തെത്തി. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും ദേവന്മാരെ തോൽപ്പിക്കണം, അതിനുള്ള വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, പണിയെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക? റെഡി. എന്ത് പണിയെടുക്കും അല്ലെ? നമ്മളെന്നെ പറയാം, അതിന് വേണ്ടി ഞാൻ ചാവാൻ പോലും തയ്യാറാണ്. അങ്ങനെ പറയില്ലേ? എന്ത് പണിയെടുക്കാൻ തയ്യാറ. എന്താ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാൻ, കാട്ടിൽ പോവുക. കൊടും കാട്ടിൽ പോയിട്ട് ഭൂമിക്കടിയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഭൂമിയിലല്ലേ എടുക്കുന്നത്, ഭൂമിക്കടിയില് ഒരു അറ പണിയാണ്, ഒരു മുറി ഇതേപോലെ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ അകത്ത് ഒരു തുള്ളി പ്രകാശം പോലും കടക്കരുത്. പ്രകാശം കടക്കാത്ത ഒരു മുറി പണിയണം എന്ന് പറഞ്ഞു. രാജാവല്ലേ, വലിയ പ്രയാസമുണ്ടോ? ആൾക്കാരെ കൂട്ടി പോയി കാട്ടിനുള്ളിൽ പോയി ഒരു വലിയ മുറി പണി, പ്രകാശം കടക്കാത്ത ഒരു മുറി. തിരിച്ചു വന്നിട്ട് അപ്പൊ ഗുരുദേവൻ ചോദിച്ചു, എനിക്ക് കാത്തിരിക്കണം. പക്ഷെ എത്ര കാലം കാത്തിരിക്കണം? അത് പറയാനോ. അപ്പൊ ആദ്യം പറഞ്ഞത് ഏറ്റവും ഇരുട്ടുള്ള ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കണം. ഏറ്റവും ഇരുട്ടുള്ള രാത്രി എപ്പ? ഓ, നല്ല മിടുക്കന്മാരാണ്. അമാവാസി ദിവസമാണ് അല്ലെ? കർത്തവാവ് ദിവസമാണ്. കർത്തവാവ് ദിവസം വൈകുന്നേരമായി, സന്ധ്യ ആയപ്പോ വീണ്ടും രാജാവ് ഗുരുവിന്റെ അടുത്തെത്തി. എന്ന് പറഞ്ഞു, ഇന്നാണ് ഏറ്റവും ഇരുട്ടുള്ള രാത്രി, ഞാൻ എന്ത് വേണം ചോദിച്ചു. അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നേരെ ദേവലോകത്ത് പോകും. എന്നിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ മുഴുവൻ പിടിക്കണം. അരി കൊല്ലുന്നു വേണം. വലിയ ചാക്കില് ആ കുട്ടികളെ മുഴുവൻ പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവരെ നേരത്തെ തയ്യാറാക്കിയ ആ പ്രകാശം കിടക്കാത്ത മുറിയുണ്ടല്ലോ, അറ, അതിൽ കൊണ്ടിടണം. നമുക്കറിയാം, നമ്മുടെ കഥയിൽ ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ചില കഴിവുകളൊക്കെ ഉണ്ട്. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ മുഴുവൻ ഈ അസുരൻ എന്ത് ചെയ്തു? തിരിച്ച് ഈ അറയിൽ എത്തിച്ചു. എന്നിട്ട് വീണ്ടും ഗുരുദേവൻ എടുത്തു. ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് 15 വർഷം കാത്തിരിക്കണം. 15 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു കർത്തവാവ് ദിവസം ഈ കുട്ടികളെ മുഴുവൻ വീണ്ടും എവിടെ എത്തിക്കണം? എവിടെ എത്തിക്കണം? ആ ദേവലോകത്ത് എത്തിക്കണം. എന്നിട്ട് ദേവലോകത്തുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, നിശ്ചയമായും താങ്കൾ ജയിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കുട്ടികള് രാക്ഷസന്മാരായിട്ടുണ്ടാവുന്ന പറഞ്ഞത്. അവരിപ്പോ കുട്ടികളായിരിക്കോ? അല്ല, ആരായി? വലിയവരെ അല്ലേ? അപ്പൊ അവരല്ലേ പിന്നെ ദേവലോകത്ത് ഉണ്ടാവുക അല്ലെ? അപ്പൊ അവരല്ലേ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുതിർന്നവരല്ലേ? അപ്പൊ അതേപോലെ അവരാണ് അവിടെ തീരുമാനിക്കുക. പക്ഷെ അവരെവിടെ വളർന്നത്? വെളിച്ചത്തിലാണോ ഇരുട്ടിലാണോ? ഇരുട്ടിലാണ് വളർന്നത് അല്ലെ? ഇരുട്ടിൽ വളർന്ന അവരെ ആർക്ക് തുല്യരാകും? രാക്ഷസന്മാർക്ക് തുല്യം. രാക്ഷസന്മാർക്ക് രാക്ഷസന്മാരെ തോൽപ്പിക്കാൻ. ഇതാണ് ഗുരുദേവന്റെ വഴി. നമ്മുടെ നാട്ടിലും നമ്മുടെ ഇരുട്ടിൽ വളർത്താൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികളെ ഇരുട്ടിൽ വളർത്തണം എന്ന് ആലോചിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളാരും അങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. ശരി, സംഭവിച്ചു. ഇനി നിങ്ങളാണ് ആ കുട്ടികൾ എന്ന് കരുതുക. എവിടെയുള്ള ഇരുട്ടറയിലുള്ള കുട്ടികൾ നിങ്ങളാണ്. അസുരൻ ഞാനും. നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരുട്ടറയിൽ ഞാൻ നിങ്ങളെല്ലാം പിടിച്ച് ഇരുട്ടറയിൽ കൊണ്ടടച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കരയും. ആദ്യത്തെ പണിയാണ് ഒറ്റ കരച്ചിലും കഴിയും ഇല്ലേ? പക്ഷെ അതിലൊരു കുട്ടി പതുക്കെ കരച്ചിൽ നിർത്തി. ഓരോ കരഞ്ഞു കുറച്ചു നേരം, കുറച്ച് കഴിഞ്ഞപ്പോ കരച്ചിൽ നിർത്തി. കരച്ചിൽ നിർത്തിയിട്ട് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇതാരുടെയോ തട്ടിപ്പാണ്, നമ്മൾ ഇവിടെ ആരോ എത്തിച്ചതാണ്, അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല.
അങ്ങനെ അവര് പതുക്കെ എല്ലാരും കരച്ചിൽ നിർത്തിയിട്ട് ആ മുറി മൊത്തം നോക്കി. മണ്ണല്ലേ ഇല്ലേ? കൈ കൊണ്ട് ഇങ്ങനെ തപ്പി 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 എല്ലടി നോക്കി എവിടെ നിന്ന് മണ്ണ് അളകുന്നുണ്ടോ. അപ്പൊ അങ്ങനെ മണ്ണ് അളകുന്ന ഒരു ഭാഗം കിട്ടി. അവിടെ എന്ത് ചെയ്തു? മാന്തി മാന്തി മാന്തി. വേറെ കൈകൊണ്ട് ഇങ്ങോട്ടൊന്നുമില്ലല്ലോ. കൈ കൊണ്ട് മാന്തി പൊളിച്ചിട്ട് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി. ഓരോരുത്തരായി നമ്മൾ നൂണ് എന്നല്ല പറയില്ല, നൂണ് പുറത്തേക്ക് വേണം. എവിടെ എത്തുക? കാട്ടിൽ ഇല്ലേ? കാട്ടിലല്ലാക്കി കാട്ടിലെത്തി. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ചെറിയൊരു ധൈര്യമുണ്ട്. കാരണം എന്തുണ്ട്? നയിക്കാൻ ഒരു മോനുണ്ട് ഇല്ലേ? അവരുടെ പേര് ഞാൻ പറയാൻ പറ്റും. അവന്റെ പേരാണ് പ്രതീക്ഷാകുമാരൻ. എന്താ പേര്? ആ പ്രതീക്ഷാകുമാരന്റെ നേതൃത്വത്തിൽ ഈ കുട്ടികൾ ഇങ്ങനെ പോവുക. കാട്ടിൽ നിന്ന് നടന്ന് നടന്ന് പോകുമ്പോ ദൂരെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് വള്ളിപ്പടർപ്പുകളുണ്ട്, മാറാലകളുണ്ട്. ആരും ഉപയോഗിക്കില്ല. പക്ഷെ ഈ കുട്ടികൾ കൊണ്ട് ആ കെട്ടിടത്തിന് ഒരു വാതിൽ തുറന്നു. ഒരു വാതിൽ തുറന്നപ്പോ 1000 വാതിലുണ്ട്. 1000 വാതിലുകൾ. കുറച്ചു പേര് പോയിട്ട് ഒരു വാതിൽ തുറന്നു. പാട്ടിങ്ങനെ പാട്ടിങ് ഒഴുകി 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 വാതിലേക്ക് പാട്ട്. അപ്പൊ കുറെ ആൾ പറഞ്ഞു പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇല്ലേ? പാട്ടിട്ടുള്ളവർ ലീഡർ അവരെല്ലാം. മറ്റൊരു വാതിൽ തുറന്നപ്പോ ആ ഡാൻസ് ഒരാൾ അവരെ. മറ്റൊരു വാതിൽ തുറന്നപ്പോ നല്ല അടുക്കളയുടെ മണം ഉണ്ടോ? അടുക്കളക്ക് മണമുണ്ടോ? ഉറപ്പില്ല എല്ലാവർക്കും അല്ലേ? ഓക്കെ, അടുക്കളക്ക് നല്ല മണമുണ്ട്. എന്ത് ചെയ്താൽ മതി അറിയോ? രാവിലെ നിങ്ങൾ ഉറക്കം കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കൂലേ? വെറുതെ കണ്ണുടച്ച് വെറുതെ കട്ടിൽ കിടക്കൂലേ? ആ സമയത്തൊന്ന് മൂക്ക് പടർത്തി നോക്കണം. നല്ല മണം കിട്ടും അടുക്കളയിൽ ഇല്ലേ? എന്തായാലും പാചകമാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറെ പേര് അതിലേക്ക് പോയി. മറ്റൊരു വാതിൽ വന്നപ്പോ ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങൾ. കുറെ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോയി. ചുരുക്കത്തില് മുഴുവൻ കുട്ടികളും പല വാതിലുകളിലൂടെ ദൂരേക്ക് 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 പോയി. ഇവിടെ 15 വർഷം അവരൊരാളെ കാത്തിരിക്കുന്നുണ്ട്. ആരാ കാത്തിരിക്കുന്നത്? പേര് പറ. ഞാൻ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അന്ധകാരാസുരൻ അല്ലെ? അന്ധകാരാസുരൻ കാത്തിരിക്കുന്നുണ്ട്. 15 വർഷം കഴിഞ്ഞു. അയാൾ പതുക്കെ ഈ അറയിലേക്ക് വന്നു. എന്താ അവസ്ഥ? മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആട് കിടന്നെടുക്കാൻ പൂട പോലും ഇല്ല ഇല്ലേ? ഒന്നും ആരുമില്ല, എല്ലാരും രക്ഷപ്പെട്ടു. അന്ധകാരാസുരന് മനസ്സിലായി കുട്ടികളെല്ലാം രക്ഷപ്പെട്ടു. പതുക്കെ അതേ വഴിയിലൂടെ ഇയാളും പതുക്കെ പുറത്തേക്ക് കടന്ന് കാട്ടിലേക്ക് കൂടെ നടക്കുമ്പോ ദൂരെ ഒരു കെട്ടിടം കിട്ടും. ഈ കെട്ടിടത്തിനിപ്പോ മാറാലകളില്ല, വള്ളിപ്പടർപ്പുകളില്ല, പ്രകാശം പരത്തുന്ന കെട്ടിടം. അന്നേരം തന്നെ ആയിരിക്കും പേടി വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട്? വെളിച്ചത്തെ ഭയമാണ് അല്ലെ? അങ്ങനെ ആ കെട്ടിടത്തിനടുത്ത് പോയി വാതിൽ തുറന്നപ്പോ 1000 സൂര്യന്മാരുടെ പ്രകാശം അവർക്ക് നേരെ വരികയും പേടിച്ചോടുകയും ചെയ്യും ഇല്ലേ? ഇതാണ് കഥ. കഥ കഴിഞ്ഞ ചില ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ചോദിച്ചോട്ടെ? വേണ്ട, കഥ നോക്കാം. ചോദ്യം ഇതാണ്, ചോദ്യം ശരിക്കും കേൾക്കണേ. ഒരു വാതിൽ തുറന്നാൽ 1000 വാതിലുകളുള്ള കെട്ടിടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കേട്ടില്ലേ? ഏതാ? പറഞ്ഞോ പറഞ്ഞു. മനസ്സ് അല്ല, കെട്ടിടം എന്നല്ലേ ചോദിച്ചു? പറഞ്ഞോ. കൊട്ടാരം അല്ല. ഓ, വിദ്യാലയം ഉണ്ട് എന്നാൽ ശരിയായ ഉത്തരമില്ല. ഓ, പരലോകം. ഓക്കെ, വിദ്യാലയത്തിൽ ഏറ്റവും അടുത്ത ഉത്തരാണ് വിദ്യാലയം. ഞാൻ ഒന്നും അറിവ് അതിനേക്കാൾ കുറച്ചുകൂടി അടുത്ത ഉത്തരാണ്. എന്റെ ചോദ്യം ഒന്നും കൂടി കേൾക്കും. ഇതാ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? പരീക്ഷയ്ക്ക് ചോദ്യം വായിക്കാണ്ട് പകുതി വായിച്ചിട്ട് ഉത്തരം വഴി പുറത്ത് ചങ്ങല വിളിക്കും. എടാ നീ